കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു. 1961 കേരള വന നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മനുഷ്യനെ പരിഗണിക്കാതെ വന്യമൃഗങ്ങൾക്ക് മാത്രം സുരക്ഷയൊരുക്കുന്ന ഈ വനനിയമ ഭേദഗതി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന കരിനിയമമാണിതെന്നും ബിൽ ഉടൻ പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏതർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? വനങ്ങൾ സംരക്ഷിക്കുന്നതിനാണോ, വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണോ, കർഷകരെ സംരക്ഷിക്കുന്നതിനാണോ, ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണവുമായി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. കർഷകർക്ക് തങ്ങളുടെ ഭൂമിയുടെ അതിർത്തിയിലുള്ള വനപ്രദേശമുണ്ടെങ്കിൽ അങ്ങോട്ട് കയറിയാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ചാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറസ്റ്റ് ചെയ്ത് എത്ര ദിവസം വേണേലും ചോദ്യം ചെയ്യാതെ ലോക്കപ്പിലിട്ട് അവരെ ഉപദ്രവിക്കാൻ കഴിയും. പോലീസിന്റെ ഒരു സഹായത്തിന്റെയും കാര്യമില്ല. പോലീസിന്റെ അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന പ്രാകൃതമായ നടപടിയാണ് പിണറായി കർഷകരെ രക്ഷിക്കുന്നു, കർഷകരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന പിണറായിയുടെ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്കുംപള്ളി അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ജോയ് തോമസ്, KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബി ശശിധരൻ നായർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷൈനി സണ്ണി ചുറിയാൻ, സംസ്ഥാന സമിതി അംഗം ജോയി ഈഴക്കുന്നേൽ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.